സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിജിയുടെ ഓഫീസിലെ ലൈറ്റ് എപ്പോഴാണ് അണയുന്നത്, എപ്പോഴാണ് തെളിയുന്നത്? പൂർണ്ണമായിട്ടും പരമാവധി സമയം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ട്. മാതൃകയായിട്ട് നരേന്ദ്രമോദി ഉണ്ട്. 3 വരെ വെച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ABVPയുടെ കോലം 97-98 ഞങ്ങൾ. ഞാൻ ആ സമയത്തൊരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന അനുഭാവിയും പ്രവർത്തനമൊക്കെ SFI പ്രവർത്തകൻ. എന്നോട് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സുരേന്ദ്രേട്ടൻ ആവശ്യപ്പെട്ടു. 2025 ആയപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർജി വീണ്ടും അതേ ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു സ്നേഹപൂർവ്വമുള്ള നിർബന്ധമായിരുന്നു ഈ പദവിയിലേക്ക് എത്താൻ വേണ്ടി ഇടയാക്കി. സമരം ചെയ്യുന്ന പോലെ അല്ല ഭരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം, ഉത്തമ വിശ്വാസം ഞങ്ങൾക്ക്. വീട്ടിലെ മേയർ ഭാര്യ തന്നെ. വീട്ടിലെ മേയർ കുറെ കേരളത്തിലെ ആദ്യ BJP മേയർ എന്ന ചരിത്രം സൃഷ്ടിച്ച് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ നഗരപിതാവായി ചുമതലയേറ്റ മേയർ ശ്രീ VV രാജേഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ VV രാജേഷ്. നമസ്കാരം. ആദ്യമേ തന്നെ കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ. വളരെ കേരളത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ചരിത്രം താങ്കൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൽ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. എന്താണ് മേയറുടെ പ്രയോറിറ്റി? തീർച്ചയായും അങ്ങ് പറഞ്ഞാൽ തന്നെ ആദ്യം തുടങ്ങാം. ചരിത്രം സൃഷ്ടിച്ച ഞാൻ വ്യക്തിപരമായിട്ടല്ല, ഒരു 40-45 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 50 വർഷം മുമ്പ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോഴേക്കും ഞാൻ പോയിട്ട് വന്നത് 1986 അന്നത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്ന ഗംഗാധരേട്ടൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിന് 87 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി CPM പ്രവർത്തകർ കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വീടിനകത്ത് വെച്ച് വെട്ടേറ്റിട്ട് നിരവധി മാസങ്ങളോളം ICU യൂണിറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആരംഭിച്ച ഒരു പ്രവർത്തകരുടെ ഒരു പ്രവർത്തനമുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കൊരു 8-10 ബലിദാനികൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഉണ്ട്. നിരവധി പേർ ജയിലിൽ കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട് കിടപ്പുണ്ട്. ഇങ്ങനെ കണ്ണൂരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തന്നെ പല മടങ്ങാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വലിയൊരു സ്വപ്നം മുന്നിൽ വെച്ചുകൊണ്ട് ആരംഭിച്ചതിൻ്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ഭരണത്തിലെത്തി, കേരളത്തിലെ ഒരു കോർപ്പറേഷൻ. അതിൽ ഈ സമയത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ ഒരാളായതുകൊണ്ട് ആ ബാറ്റേൺ എന്നെ ഏൽപ്പിച്ചു. അത് കൃത്യമായിട്ട് പാലിച്ച് അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ടീമിലേക്ക് കൈമാറുക എന്നുള്ള ദൗത്യമാണ് ഞാൻ. അല്ലാതെ എൻ്റെ മികവല്ല, ഒരു വലിയൊരു ടീം വർക്ക്. എന്നാലും ആ ടീം വർക്കിൽ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ബലിദാനികൾ ഉണ്ടായ കാലം, അതുപോലെ തന്നെ സമരത്തിന് അധികം ആൾക്കാരില്ലാത്ത കാലം, അങ്ങനെ വലിയൊരു സ്ട്രഗിളിലൂടെയാണ് ഈ പാർട്ടി ഇപ്പോൾ ഈ ഒരു ഘട്ടം എത്തിച്ചേരുന്നത്. അതിലൊരു വലിയ റോള് താങ്കൾ വഹിച്ചു. അതിന് കിട്ടിയ ഒരു അംഗീകാരം അങ്ങ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 3 വരെ വെച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ABVPയുടെ കോലം 97-98 ഞാൻ എത്തിയിട്ടുണ്ട്. 3 വരെ ഉള്ളൂ. ഒരാൾ കോലം പിടിക്കും, 2 പേര് മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 10-20 പേരായിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 300-400 പേരൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് ടോട്ടൽ മുഴുവൻ മൊബിലൈസ് ചെയ്ത് സെനറ്റ് ഇലക്ഷൻ, സിൻഡിക്കേറ്റ് ഇലക്ഷനൊക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനൊക്കെ SFIക്കാർ വലിയൊരു നേതൃനിര വരുമ്പോൾ ഞങ്ങളൊരു 4-5 പേരാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്. കാര്യം പോകാതിരുന്നാൽ ABVPക്ക് ക്യാൻഡിഡേറ്റ് ഇല്ലാതാവും. അപ്പോൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കെട്ടിപ്പടുത്ത ഒരു അനുഭവ സമ്പത്തുണ്ട്. ഒരു പക്ഷേ പാർട്ടി അതൊക്കെ കണക്കിലെടുത്തിട്ടുണ്ടാവും. ABVPയുടെ നെടുമങ്ങാട് താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതാണ് ആദ്യത്തെ പദവി. 5 കൊല്ലം. അതിന് മുമ്പ് സ്കൂൾ ലീഡറും ക്ലാസ് ലീഡറും ഒക്കെ ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ABVPയിൽ വന്നിട്ട് ആദ്യത്തെ പദവി 5 വർഷം നെടുമങ്ങാട് താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആദ്യം എങ്ങനെയാണ് ABVPയുടെ ഒരു ആഭിമുഖ്യം തോന്നുന്നത്? ABVPയുടെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ തുടക്കം സ്കൂൾ ക്ലാസ് മുതൽ തന്നെ ഉണ്ടായിരുന്നു. ABVPയുടെ മാർവാൻസ് കോളേജിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് 90-92 MG കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മുരളി മനോഹർ ജോഷിജിയുടെ ഏകതാ യാത്ര ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ആ സമയത്തൊരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന അനുഭാവിയും പ്രവർത്തനമൊക്കെ SFI പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ആ യാത്രയ്ക്ക് ഒരു സ്വീകരണം കേശവസ്വരത്ത് നൽകി. അപ്പം ഞങ്ങളെല്ലാവരും കാണാൻ പോയി. MG കോളേജിൽ മുഴുവൻ സ്റ്റുഡൻസ് പോയി. ആ യാത്രയിൽ കാശ്മീരിൽ പതാക ഉയർത്താൻ വേണ്ടിയാണ് ജോഷിജി പോയത്. മുരളി മനോഹർ ജോഷിജിയുടെ വാഹനം നിർത്തിയത് ഞങ്ങളൊക്കെ നിന്നതിൻ്റെ ഏകദേശം അടുത്തായിരുന്നു. യാദൃശ്യമായിട്ട് അവിടെ അവിടെ ആയിരുന്നു അതിൻ്റെ പോലീസുകാർ കണ്ടെത്തിയ സ്ഥലം. അതിൻ്റെ ഒരു അടുത്താണ് ഞങ്ങൾ നിന്നത്. ഈ പ്രസംഗമൊക്കെ മുഴുവനും കേട്ടതിന് ശേഷമാണ് കാശ്മീരിൻ്റെ ഈ മുന്നേറ്റം, കാശ്മീരിൻ്റെ പ്രത്യേക പദവി അത് കൊടുക്കേണ്ട സാഹചര്യം, അയോധ്യ മൂവ്മെൻറ്റ്. ഓക്കെ, അതിനുശേഷം അയോധ്യ മൂവ്മെൻറ്റ് ഞാൻ പഠിച്ചപ്പോഴാണ് പിന്നെ മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് എന്നുള്ള പരമേശ്വർജി നേതൃത്വം കൊടുത്ത വലിയൊരു മുന്നേറ്റം കേരളത്തിൽ. അപ്പോൾ ഈ ഒക്കെ പഠിച്ചപ്പോഴാണ് ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു അർത്ഥശൂന്യമായ ഒരിക്കലും പ്രായോഗികമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് പറ്റിച്ചു പോവുകയാണെന്ന് ഏറ്റവും മനോഹരമായി ഈ ഇവിടെ നിലവിലുള്ള ഒരു ആശയം, പൊതുപ്രവർത്തനം നടത്താൻ പറ്റിയൊരു ആശയം ഏകാത്മമാനവ ദർശനമാണ്. അത് ദേശീയ പ്രസ്ഥാനങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ലോലി അയോധ്യ മൂവ്മെൻറ്റും ജോഷിയുടെ യാത്രയുമാണ് എന്നെ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക്. SFI ഇതിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു?
ഈ സമയത്ത് തന്നെ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടെ RSSൻ്റെ ശാഖ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഭാഗത്ത് അവിടെയെല്ലാം മുഴുവൻ ഇടതുപക്ഷമാണ്. ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്ത് സംഘത്തിൻ്റെ ശാഖ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഞങ്ങളുടെ കുടുംബം ഒരു വലിയ ഇടതുപക്ഷ കുടുംബമായതുകൊണ്ട് അവരൊരു പക്ഷേ അവിടെ നിന്ന് 1-2 പ്രവർത്തകരെ വേണം എന്ന് അവരും ആഗ്രഹിച്ചു. നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു വേവുമായിട്ട് ചേർന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് സംഘത്തിൻ്റെ ശാഖയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞത്. അവിടെ നിന്ന് പിന്നെ മെല്ലെ മെല്ലെ വന്ന് കുറച്ച് പിന്തിരിപ്പിക്കാൻ നോക്കിയില്ലേ? സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഒരു മിനിസ്റ്ററുടെ സ്റ്റാഫിലുള്ള ഒരു വ്യക്തി ഉൾപ്പെടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഉൾപ്പെടെ നമ്മുടെ ഇതിൽ തന്നെ തുടരണമെന്ന് പറഞ്ഞു. അച്ഛൻ ഇടതുപക്ഷ CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മണ്ഡലം സെക്രട്ടറിമാരൊക്കെ വന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു, എന്നോടൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലായി ഞാൻ ABP വളരെ സജീവമായി കഴിഞ്ഞു എന്ന് മനസ്സിലായി. പിന്നീട് അതിലേക്ക് പടിപടിയായിട്ട് അതിലേക്കായി. പിന്നെ ABPയുടെ പ്രധാന ഇതായി. അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ വന്നു. കെ സുരേന്ദ്രൻ സംസ്ഥാന BJP പ്രസിഡന്റ് ആയപ്പോഴേക്കും എന്നെ യുവമോർച്ചയിലേക്ക് കൊണ്ടുവന്നു ABPയിൽ നിന്ന്. ശേഷം 2 ടേം യുവമോർച്ച പ്രവർത്തിച്ച് 3ാമത്തെ ടേം സംസ്ഥാന യുവമോർച്ച പ്രസിഡന്റായി. സുരേന്ദ്രൻജിയോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സുരേന്ദ്രൻജിയോട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം വളരെ വലിയ അനുഭവമാണ്. അത് ശ്രീധരൻപിള്ള സാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് സുരേന്ദ്രേട്ടൻ യുവമോർച്ച പ്രസിഡന്റ് ഞങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം ഇന്ന് വരെ രാജീവേട്ടൻ ഉൾപ്പെടെ, അതായത് ശ്രീധരൻപിള്ള സാർ മുതൽ രാജീവേട്ടൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന പ്രസിഡന്റുമാരോട് പ്രവർത്തിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. കെ സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏതൊരു പ്രതികൂല സാഹചര്യവും ഇപ്പം നമുക്ക് തരണം ചെയ്യുവാനുള്ളൊരു കോൺഫിഡൻസ് അത് എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഡൈനാമിക്സ് ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനം ഉണ്ടല്ലോ, ആ യുവതീ പ്രവേശം വന്ന് ഒരു ദിവസം നമ്മുടെ പമ്പയിൽ 2 പേര് വരുന്നു. ഞങ്ങൾ വാർത്തകളിൽ നിന്ന് പറഞ്ഞത് SC കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് വരുന്നത്, മലയിൽ കയറാൻ വരികയാണ്. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ സന്നിധാനത്ത് ഇരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമുണ്ട്, എന്തായാലും അവരെ കയറ്റും എന്നുള്ള ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഞങ്ങൾ 2 പേരോട് കുറച്ച് പ്രവർത്തകരുള്ളൂ, ബാക്കി എല്ലാവരും പോലീസ് അറസ്റ്റ് ചെയ്യും. എന്ത് ചെയ്യണം എന്ന് ആകെ ഒരു അങ്കലാപ്പിലാണ്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും ശരിയാണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടയിൽ തൊഴുതതിന് ശേഷം താഴേക്ക് ഇറങ്ങി നമുക്ക് ആ നടപ്പന്തലിൻ്റെ അവിടെ നിൽക്കാം, വരട്ടെ അപ്പോഴേക്കുള്ള സാഹചര്യം പോലെ ചെയ്യാം, ആ കോൺഫിഡൻസ് നമുക്ക് പോകാൻ ഫേസ് ചെയ്യാം, സാമാന്യ ചങ്കൂറ്റമാണ് അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ള ആൾക്കാരെയും വിളിച്ചുകൊണ്ട് നമുക്കവിടെ നിൽക്കാം, വരുന്നത് വരട്ടെ നോക്കാം, എന്തായാലും അവരിവിടെ കിടക്കില്ല, നിങ്ങൾ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്. അന്ന് അദ്ദേഹം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ കോൺഫിഡൻസിൽ ഞങ്ങളവിടെ പോയി. അവിടെ പോയി നിന്നപ്പോഴാണ് വാർത്ത വരുന്നത്, പമ്പയിൽ ഭയങ്കര മഴയാണ്, മുകളിലേക്ക് കയറാൻ സാധിക്കില്ല, ഇത്രയും പോലീസിനും വനിതകൾക്കും കൂടെ കയറാൻ സാധിക്കില്ല, അതുകൊണ്ട് പോലീസ് അവരുടെ യാത്ര മാറ്റിവെച്ചു എന്ന് കാണുന്നത്. എനിവേ അല്ലെങ്കിലും ഞങ്ങൾ ഫേസ് ചെയ്യാമായിരുന്നു. എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് ഒരു പൊളിറ്റീഷ്യന്, പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഉണ്ടാകേണ്ട ഒരു കോൺഫിഡൻസ്? താങ്കൾ പൊതുവേ ഇപ്പം BJPയിലെ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ പൊതുവേ താങ്കൾ കെ സുരേന്ദ്രൻജിയോടും മുരളീധരൻജിയോടൊക്കെ കൂടുതൽ അടുപ്പം പുലർത്തിയ ഒരു നേതാവായിട്ട് പറയാറുണ്ട്. എന്ത് പറയുന്നു? അത് എല്ലാവരോടും ഉണ്ട്. ഇപ്പോൾ VK കൃഷ്ണദാസായിരുന്നാലും കുമ്മൻ രാജനായാലും ശ്രീധരൻപിള്ള സാറായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് മത്സരിക്കാൻ വന്നപ്പോൾ ഞാനായിരുന്നു ജില്ലാ പ്രസിഡന്റ്. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ മേയറാവുന്നത്. അപ്പോൾ അടുപ്പവും വ്യക്തിബന്ധവും ഒക്കെ തന്നെ എല്ലാ നേതാക്കന്മാരുമായിട്ടും നന്നായിട്ടുണ്ട്. പിന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന യുവമോർച്ച പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞങ്ങൾ യുവമോർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു 10-15 വർഷം നമ്മൾ ഒരുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കും. ഇപ്പോൾ തന്നെ ഒരു മാധ്യമത്തിൽ അംഗമായിട്ട് ഒരു 15 വർഷം 20 വർഷം ഒരു പ്രവർത്തകൻ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയബന്ധമുണ്ട്. അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 45 ദിവസം ഞങ്ങൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. ആ ഒരു ഹൃദയബന്ധം ഓരോരുത്തരുമായിട്ട് ഓരോ രീതിയിൽ എത്രത്തോളം നമ്മൾ അടുത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത്രത്തോളം ബന്ധം ശക്തമാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അനുകുമാരി നഗരപിതാവിൻ്റെ കുപ്പായ അണിയിച്ചു. അപ്പോൾ താങ്കളുടെ മനസ്സിൽ വന്ന ഒരുപാട് ഓർമ്മകളുണ്ടാവും, ഒരുപാട് ചിലരോടൊക്കെ കടപ്പാട്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മുഖം മനസ്സിൽ ഒരു കടപ്പാടോടുകൂടി ഓർക്കുന്നുണ്ടെങ്കിൽ അതാരാണ്, അല്ലെങ്കിൽ പലരാണോ? ഞാൻ ഇന്നലെ തന്നെ അവിടെ സംസാരിച്ചപ്പോഴേക്കും, മേയർ പദവിയിൽ എത്തിയതിൻ്റെ പശ്ചാത്തലം സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞല്ലോ അവിടെ, അതായത് 2020 എന്നോട് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സുരേന്ദ്രേട്ടൻ ആവശ്യപ്പെട്ടു. 2025 ആയപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർജി വീണ്ടും അതേ ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ അവരുടെ 2 പേരുടെയും ഒരു സ്നേഹപൂർവ്വമുള്ള നിർബന്ധമായിരുന്നു ഈ പദവിയിലേക്ക് എത്താൻ വേണ്ടി ഇടയാക്കിയത്. 2020 മത്സരിക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻജി പറയുമ്പോൾ അന്ന് മേയർ സ്ഥാനം വനിതയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം വനിതയായിരിക്കും മേയർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ ഭരണത്തിലെത്തിയേക്കാം, നമ്മൾ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ സീനിയർ നേതാക്കന്മാർ ഭരണത്തിലുള്ള സംവിധാനത്തിനുള്ളിലുണ്ടാകണം, ഏത് പദവി എന്നുള്ള മെറ്റീരിയലാണ്.
ഏത് പദവിയിലായാലും നമുക്ക് നടപ്പിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ടീം ഉണ്ടാകണം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഭരണത്തെക്കാൾ നല്ല പ്രതിപക്ഷമാവാൻ, അത് ഒരു കോർപ്പറേഷനിൽ ഒരു പ്രതിപക്ഷത്തിന് ഇത്രത്തോളം റോളുണ്ടെന്ന് രാജ്യത്ത് തന്നെ തെളിയിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിപക്ഷ നിരയ്ക്ക്, അതായത് ഞാൻ മാത്രമല്ല, നമ്മുടെ പി അശോക് കുമാർ സാറ്, കരമന അജിത്ത്, ചെമ്പഴന്തി ഉദയൻ, എം.ആർ. ഗോപൻ, അഡ്വക്കേറ്റ് ഗിരികുമാർ, സിമി ജ്യോതിഷ്, ഇങ്ങനെ നല്ല അനുഭവ സമ്പത്തുള്ള ഒരു നിരയുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തുകൊണ്ടുവരാൻ സാധിച്ചത്. ഇപ്പോൾ BJPക്ക് ഇതുവരെ ഈ സമരം ചെയ്തുള്ള പരിചയമുള്ളൂ, ഭരണപരിചയമില്ല. അതിലേക്ക് എങ്ങനെ വരും? ഭരണപരിചയം BJPക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം പക്ഷേ കേരളത്തിൽ കോർപ്പറേഷൻ ഭരിച്ച ഭരണപരിചയം ഇല്ലെന്ന് ഞാൻ സമ്മതിക്കും. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ രാജ്യം ഭരിച്ചുള്ള പരിചയമുള്ള നേതാക്കന്മാരുണ്ട്, നിരവധി വർഷങ്ങളോളം സംസ്ഥാനം ഭരിച്ചുള്ളവർ, പിന്നെ വിജയിച്ച മേയർമാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെയും VG മുരളീധരനെയും വളരെ വിജയിച്ച കേന്ദ്രമന്ത്രിമാരാണ്. ജോർജ് കുര്യൻജി വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു, സുരേഷ് ഗോപിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേഷൻ ആദ്യമായിട്ട് അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് ആദ്യം കിട്ടണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തോടെ യോജിക്കുന്നു. സമരം ചെയ്യുന്ന പോലെ അല്ല ഭരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം, ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അറിവുള്ളവരോട് ചോദിക്കും, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കും. അത് സമയം കൂടുതൽ ഇതിനു വേണ്ടി ഭരണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കൂ എങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു 18-19 മണിക്കൂർ ദിവസവും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫീൽഡിലോ ഓഫീസിലോ ജനങ്ങളുടെ ഇടയിലോ എവിടെയാണ് ആവശ്യം അവിടെ ഓടിയെത്തിയാൽ മാത്രമേ സാധിക്കൂ. രാത്രി മേയർ നഗരത്തിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവണമല്ലോ. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഓഫീസ് സംവിധാനം ഉപയോഗിക്കുമ്പോൾ 5, 8, 10 സ്റ്റാഫിനെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പരമാവധി സമയം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ട്. മാതൃകയായിട്ട് നരേന്ദ്രമോദിയുണ്ട്. നരേന്ദ്രമോദിജിയുടെ ഓഫീസിലെ ലൈറ്റ് എപ്പോഴാണ് അണയുന്നത്, എപ്പോഴാണ് തെളിയുന്നത്, അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. രാത്രിയിലും താങ്കൾ ഒരു പക്ഷേ മേയറുടെ ഓഫീസിലുണ്ടായിരുന്നു. മേയറുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ട്, ഏതെങ്കിലും സോണൽ ഓഫീസിലോ പ്രവർത്തകരുടെ വീട്ടിലോ കൗൺസിലർമാരുടെ വീട്ടിലോ റോഡ് പണി നടക്കുന്നിടത്തോ ഒക്കെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ തന്നെയാണ് തീരുമാനം. പരമാവധി ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അങ്ങനെയുള്ള വാശി പിടിക്കുന്നില്ല, കാരണം അവർ തന്നെ സർക്കാർ ജീവനക്കാരാണ്, അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പരമാവധി ജനപ്രതിനിധികൾ ഉൾപ്പെടെ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ അത്തരത്തിലാകണമെന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട്. നേരെ കാണാൻ ജനങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും സൗകര്യം കിട്ടുക? അത് ഞങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം, കാരണം ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ഒരു സിസ്റ്റം രൂപപ്പെടുത്തി, ഇന്നലെ ഇപ്പോൾ 24 മണിക്കൂർ ആയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട്, ഒരു സിസ്റ്റം രൂപപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. ഏത് ഫോണിൽ എപ്പോഴും കിട്ടും, ഏത് സമയത്ത് കാണാൻ സാധിക്കും. ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞൊരു കാര്യം, പരമാവധി ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 1-2 മാസത്തിലൊരിക്കൽ മേയറും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും അടങ്ങുന്ന ഒരു ടീം ഒരു 5-8 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറേ സമയം ചെലവഴിക്കുക. അങ്ങനെ അവരവിടെ വരട്ടെ, ആൾക്കാരവിടെ. നമുക്ക് ഇമ്മീഡിയറ്റ് ചിലതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് തീരുമാനം എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ വെച്ച് തന്നെ തീരുമാനം എടുത്തുവിടാം. ഈ പാവങ്ങളെ വെറുതെ മാസങ്ങളോളം കോർപ്പറേഷൻ നടത്തിക്കേണ്ട ചില കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ചിലത് സാധിക്കാത്തതായിരിക്കും. അത് നമുക്ക് നല്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഇവിടെ സാധിക്കില്ല, നിങ്ങൾ വേറൊരു മെക്കാനിസം നോക്കുക. അപ്പോൾ അവർക്ക് അടുത്തതിലേക്ക് പോകാം. ഇവിടെ ഇട്ട് നമ്മളവിടെ സമയം കളയണ്ടല്ലോ. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യാൻ ആലോചിക്കണം. അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാക്കിയിട്ട് അറിയിക്കും. അതുപോലെ തന്നെ ഒരു ഇപ്പം നഗരസഭ ഇപ്പോൾ എല്ലാം നമ്മൾ ഈ മാധ്യമ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്, എല്ലാം ഓൺലൈൻ. പക്ഷേ സാധാരണ പാവപ്പെട്ട നിരക്ഷരായിട്ടുള്ള ആൾക്കാർ ചില അപേക്ഷകൾ നൽകാൻ പോലും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. കോർപ്പറേഷനിൽ വരുന്ന അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഡെസ്കോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാനോ എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കാനോ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മളൊരു പരിശ്രമം ആരംഭിക്കണം. ഇപ്പോൾ QR കോഡ് വന്നപ്പോഴേക്കും എന്തെല്ലാം പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഇതിന് എന്താ പോയിന്റ് ഓഫ് സർവീസ് മെഷീൻ ഉണ്ടോ, ഇത് നെറ്റ് കിട്ടുമോ, പച്ചക്കറി വാങ്ങാൻ പോകുന്ന ആൾ എങ്ങനെ പൈസ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഒരു മുൻ ധനകാര്യമന്ത്രി പരിഹസിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലോകം വിലയിരുത്തുന്ന ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യം ഭാരതമാണ്. മാത്രമല്ല ടാക്സ് നെറ്റിലേക്ക്, നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ നഗരം തിരുവനന്തപുരം കോർപ്പറേഷൻ ആകണമെന്നുള്ള ലക്ഷ്യം കണ്ടുകൊണ്ട്, എന്നാൽ എല്ലാവർക്കും അതിലേക്ക് ഇപ്പോൾ തുടങ്ങാൻ സാധിക്കില്ലെന്നുള്ള പരിമിതിയും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെങ്ങനെ അവരെ സഹായിക്കാം. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എല്ലാ കോർപ്പറേഷൻ കൗൺസിലർമാരുടെയും വാർഡുകളിൽ ഇത്തരത്തിലൊരു സിസ്റ്റം നമ്മൾ അങ്ങോട്ട് ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്ന, ഓഫീസ് ടൈമിൽ സഹായിക്കുന്ന ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അത്തരത്തിലേക്ക് നമുക്ക് തുടങ്ങാം. ആലോചിക്കാം. ഇപ്പം മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം അങ്ങ് ഫോണിൽ വിളിച്ചു, മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിക്കുമോ? തീർച്ചയായിട്ടും ശ്രമിക്കും. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ്, കാരണം ഞങ്ങൾക്ക് വിജയസാധ്യത ഉള്ള പോസ്റ്റ് ആയതുകൊണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം സമയം കിട്ടിയപ്പോഴേക്കും സെക്രട്ടറി തിരിച്ചു വിളിക്കുകയായിരുന്നു. അതിൻ്റെ മാധ്യമങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ അങ്ങോട്ട് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്താണ് തിരിച്ചു വിളിച്ചത്. ഞാൻ CM സംസാരിക്കുന്നത് കേട്ടിട്ട് മാധ്യമങ്ങളൊക്കെ തന്നെ CM
വിളിച്ചു എന്നൊരു ന്യൂസ് കൊടുക്കുക. അല്ല, ഞാൻ അങ്ങോട്ട് സെക്രട്ടറി വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വിളിക്കുകയായിരുന്നു. CM-നെ കണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ആവശ്യമായ ചർച്ചകൾ നടത്താൻ താല്പര്യമുണ്ട്. സ്വാഭാവികമായിട്ട് സിറ്റി കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് അത് എൻ്റെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ട് ഉത്തരവാദിത്വമാണല്ലോ. ഇപ്പം നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വരുമോ എന്നുള്ളതാണ് ഇനിയിപ്പം വോട്ടർമാർ കാത്തിരിക്കുന്നത്. കാരണം BJP കൊടുത്തൊരു വാക്കുണ്ട്, 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നഗരത്തിലെത്തുകയും ഇവിടുത്തെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതെന്തായി? സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടെ നമ്മുടെ പുത്തരിക്കണ്ടത്ത് നടന്ന ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിമാരുടെ സംഗമത്തിൽ പറഞ്ഞതാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലാണ്, അത് സാധിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 50 സീറ്റ് NDAക്ക് കിട്ടി. അത് ഈ ഒരു പ്രധാനമന്ത്രി ഇവിടെ വന്നൊരു വലിയ വികസന പദ്ധതി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പയിൻ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും അതുൾപ്പെടെ ഗുണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ ക്യാമ്പയിൻ, അതായത് പ്രധാനമന്ത്രി വരും, തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കും, അതുപോലെ തന്നെ 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരിനം തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞങ്ങൾ നടത്തിയ സമരങ്ങളും മുന്നോട്ട് വെച്ച മറ്റ് നിർദ്ദേശങ്ങളും. ഇപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ് മേയറുടെ പ്രയോറിറ്റി എന്നാണ്. ഒന്നാമത്തെ പ്രയോറിറ്റി എന്താണ്? വേസ്റ്റ് മാനേജ്മെൻറ്റ്. അത് എളുപ്പമാണോ? എളുപ്പമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമല്ലോ. കാരണം ഈ പ്ലാന്റുകളൊക്കെ വരുമ്പോൾ ആ പ്രദേശവാസികൾ പൊതുവെ എതിർപ്പ്. അല്ല, ഈ ഇപ്പോൾ ഓരോ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്, ഞാൻ മനസ്സിലാക്കി എൻ്റെ പൊതുപ്രവർത്തന പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ സാഹചര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കില്ല. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കില്ല. പല ആൾക്കാരും മാധ്യമപ്രവർത്തകരാവട്ടെ ഉദ്യോഗസ്ഥരാവട്ടെ തിരുവനന്തപുരത്ത് ജോലിക്ക് വന്നിട്ട് പലരും ഇവിടെ സെറ്റിൽ ചെയ്യുകയാണ്. അതൊരു നഗരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയോ മാലിന്യം ദിവസവും കൂടുന്നതോ ഒന്നും നമ്മളാരും വിചാരിച്ചാൽ മാറ്റാം. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കിതെങ്ങനെ പരിഹരിക്കാം? ലോകത്ത് തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഇൻഡോർ മോഡൽ, ഇൻഡോറിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇൻഡോറിൽ ആവശ്യത്തിലധികം വേക്കൻറ്റ് ലാൻഡ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് 500 അല്ല 1000 ടൺ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ പ്ലാന്റിൽ തന്നെ അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ തിരുവനന്തപുരത്ത് അത്രത്തോളം ലാൻഡ് കിട്ടാനില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് എങ്ങനെ പരിഹരിക്കാം? ഇപ്പോൾ എനിക്കൊരു കാര്യത്തിൽ അങ്ങേറ്റം തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായമാണ്. വിളപ്പിൽ ശാലയിൽ എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റിയിലെ മാലിന്യം കൊണ്ടുവന്നത്? അവിടെയും മനുഷ്യരല്ലേ. ഇപ്പം തിരുവനന്തപുരം സിറ്റിയിലെ മാലിന്യം വിളപ്പിൽ ശാലയിൽ കൊണ്ടുപോയി സംസ്കരിക്കാൻ വേണ്ടി അവിടെ സ്ഥലം വാങ്ങുന്നു. ആ പദ്ധതി പരാജയപ്പെട്ട ആശയം തന്നെ പരാജയമായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് പക്ഷേ കൊണ്ടുപോയാലേ പറ്റൂ. പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോകുമ്പോൾ അത് അവിടെയുള്ളവർക്ക് ബാധ്യതയാവരുത്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം കൃത്യമായിട്ട്, ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് പറഞ്ഞത്, ഇപ്പോഴത്തെ മന്ത്രി, അന്നത്തെ മേയർ, അദ്ദേഹം പറഞ്ഞത് ഹൈദരാബാദിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഉൾപ്പെടെ ഒരു ടീം ഹൈദരാബാദിൽ പോയി കണ്ട് വിജയകരമായി അവിടെ നടക്കുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കിയാലേ പാളിച്ചയാണ്. ഒന്നിൽ ഹൈദരാബാദിലെ പദ്ധതി പാളിച്ച, അല്ലെങ്കിൽ ഇവിടുത്തത്. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെ പരിഹരിക്കാം? പരിഹരിച്ചല്ലേ ഒക്കുള്ളൂ. മാലിന്യ നീക്കമാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി എന്താണ്? അതായത് ഇത് ഷോർട്ട് ടേം, അങ്ങനെ ചോദിക്കുമ്പോൾ ഷോർട്ട് ടേം പ്രോജക്റ്റുകളും ആവശ്യമാണ്, ലോങ് ടേം പ്രോജക്റ്റുകളും ആവശ്യമാണ്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, നമ്മുടെ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. പ്രൊഫഷണൽ ടാക്സ് കിട്ടാനുണ്ട്. പ്രൊഫഷണൽ ടാക്സ് പലരും 100 പേര് ജോലി ചെയ്യുമ്പോഴേക്കും 10 പേര് ടാക്സ് അടയ്ക്കുന്നത്. പിന്നെ പലരുടെ കെട്ടിടങ്ങളുടെയും ലക്ഷക്കണക്കിന് രൂപ നികുതിപ്പണം കിട്ടാനുണ്ട്. ഇത് പലരും കേസ് കൊടുത്തിട്ട് കീഴ്ക്കോടതികളിലും കിടപ്പുണ്ട്, ചിലത് ഹൈക്കോടതിയിലും കിടപ്പുണ്ട്. ഈ ഹൈക്കോടതിയിലേക്ക് കിടക്കുന്ന കേസ് ഓരോ പോസ്റ്റിംഗ് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. അടുത്ത പോസ്റ്റിങ്ങിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അല്ലെങ്കിൽ 5-10 വർഷം കിടക്കും. 1 കോടി രൂപ കോർപ്പറേഷന് കിട്ടേണ്ട 1 കോടി രൂപ 10 വർഷം കോടതിയിൽ കെട്ടിക്കിടന്നാൽ എത്ര രൂപ ജനങ്ങൾക്ക് നഷ്ടമാകുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കും. ഈ തെരുവ് നായ ശല്യം ഇവിടെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതിനെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഷെൽട്ടറുകളിൽ തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പം മാറാത്തതും മാറും എന്നുള്ളതാണ് BJPയുടെ ഒരു സ്ലോഗൻ. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന്റെ ഒരു മുഖം ഏത് രീതിയിൽ മാറണമെന്നാണ് അങ്ങയുടെ സങ്കല്പം? അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയിട്ടുള്ള 3 നഗരങ്ങളിൽ ഒരു നഗരമായി തിരുവനന്തപുരം മാറും. ഇവിടെ ജീവിക്കാൻ ആൾക്കാർ കൊതിക്കും എന്നും താങ്കൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ജീവിക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരത്ത് മാറ്റിയെടുക്കുക. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം.